നമസ്കാരം. ഇന്ന് 8th സ്റ്റാൻഡേർഡ് മാത്സിലെ ചാപ്റ്റർ 3 ആയ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗസമവാക്യങ്ങൾ തുടങ്ങിയാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങിയാണ്. ചാപ്റ്റർ 3 എന്താണ്? സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗസമവാക്യങ്ങൾ. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ സ്ക്വയേഴ്സിൽ, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരും. എന്താണ് സ്ക്വയേഴ്സ് അഥവാ വർഗങ്ങൾ? നിങ്ങൾക്കറിയാലോ. നമുക്ക് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 1 1 തന്നെ. ഇത് 2 സ്ക്വയർ എന്താണ്? 2 × 2 4. 3 സ്ക്വയർ 3 × 3 9. 4 സ്ക്വയർ 4 × 4 16. 5 സ്ക്വയർ 5 × 5 25. ഇങ്ങനെ നിങ്ങൾക്കറിയാലോ. 10 വരെയൊക്കെ എല്ലാവർക്കും കാണാതെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു 15 വരെയൊക്കെ സ്ക്വയേഴ്സ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാവും കേട്ടോ അത്. അപ്പം എന്താണ് സ്ക്വയർ എന്നുള്ളത് മനസ്സിലായല്ലോ. എക്സിൻ്റെ സ്ക്വയർ നമ്മൾ എന്താണ് എഴുതുന്നത്? എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ, അതായത് എക്സ് ഇൻറ്റു എക്സ്. ഇനി വൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ, വൈ ഇൻറ്റു വൈ അല്ലേ? നമ്മളപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാനായിട്ട്. ഫോർ എക്സാമ്പിൾ 36 സ്ക്വയർ. ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടത്? 30 + 6 ഹോൾ സ്ക്വയറിന് എടുത്തിട്ടാണ് ചെയ്തത്. നമുക്ക് ആ പ്രോബ്ലത്തിലേക്കൊന്ന് കിടക്കാം. അപ്പം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. 36 സ്ക്വയറിന് നമ്മൾ 30 + 6 എന്ന് എഴുതി. 30 + 6 ഹോൾ സ്ക്വയർ. ഇനി ഇതെങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ, അതായത് 30 സ്ക്വയർ പ്ലസ് 2 × ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. അതായത് 30യുടെ സ്ക്വയർ എന്താണ്? 900. അതായത് 3യുടെ സ്ക്വയർ 9, പിന്നെ 2 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെങ്ങനെ കാണും? 2 × 3 6, 6 × 6 36. 36ൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് 6ൻ്റെ സ്ക്വയർ എന്താണ്? 36. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. 900ഉം 360ഉം 36ഉം. അപ്പോൾ എത്ര കിട്ടും? 1296. അപ്പോൾ 36ൻ്റെ സ്ക്വയർ കിട്ടി 1296. ഇനി നമ്മളൊരു ബോക്സ് വെച്ചിട്ട് ബോക്സ് മെത്തേഡ് പഠിച്ചില്ലേ? അത് ഓർക്കുന്നില്ല? അതെങ്ങനെയായിരുന്നു? ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. നമ്പർ എന്താണ്? 30ഉം 6ഉം ആണ്. അപ്പം 30 എഴുതുക, ഇവിടെയും 30, പിന്നെ ഇവിടെ 6 എഴുതുക, ഇവിടെ 6 എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് ഇൻറ്റു ഇത്, അത് ഈ കോളത്തിൽ എഴുതുക. 30 × 30 900. അതുപോലെ 30 × 6 എന്താണ്? 180. ഇനി ഇത് 6 × 30 180. 6 × 6 36. ഇനി ഇതിവിടെ ആഡ് ചെയ്ത് എഴുതുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. 900 + 180. അതുപോലെ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്ത് എഴുതുക. ഈ 180ഉം 36ഉം കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഇവിടെ 216 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇവിടെ കിട്ടുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത്, ഇവിടെ കിട്ടുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ എന്താണ്? 6 0 6 8 1 9 2 0 2 1290. ആൻസർ കിട്ടില്ല. അപ്പോൾ ഈ രണ്ട് മെത്തേഡും നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്നതാണ്. ഇനി അതേപോലെ ഒരു ഡെസിമൽ സ്ക്വയർ കാണാം. നമുക്ക് ഡെസിമൽ വരുന്നൊരു നമ്പർ എടുക്കാം. അടുത്ത് നമുക്ക് 3.7 സ്ക്വയർ കണ്ടുപിടിക്കണം. 3.7ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3 + 0.7 എഴുതാം അല്ലേ? 3 + 0.7 ഹോൾ സ്ക്വയർ. ഫസ്റ്റ് നമ്പർ സ്ക്വയർ പ്ലസ് 2 × ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. 3 സ്ക്വയർ എന്താണ്? 9. ഇതെങ്ങനെ വരും? 2 × 3 6, 6 × 7 42. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റാണുള്ളത്. അപ്പോൾ 42ന് എങ്ങനെ എഴുതാം? 4.2 എന്ന് വരും. അതുപോലെ 0.7 സ്ക്വയർ. 7ൻ്റെ സ്ക്വയർ എന്താണ്? 49 ആണ്. 0.7 × 0.7. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 0.49 എന്ന് വരും. 0.49 എന്ന് വരും. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? 9, അതുപോലെ 4.2, 0.49. ഇവിടെ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത് 9.0 എന്ന് ഇടാം.
ഇനി ആഡ് ചെയ്യാം. ഇവിടെയൊക്കെ ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് ഇടാം, അതല്ലെങ്കിൽ ഇത് വെറുതെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 9 6 13.69 ആണ് ആൻസർ. 3.7ന്റെ സ്ക്വയർ. ഇതും നമുക്ക് ഇതുപോലെ ബോക്സ് വരച്ചും കാണാം. അപ്പോൾ ഇവിടെ ജനറലായിട്ട് പറയുമ്പോഴും എന്താണ്, രണ്ട് നമ്പറിൻ്റെ ഒരു നമ്പറിനെ നമ്മൾ രണ്ട് നമ്പറിൻ്റെ സമ്മായിട്ട് എഴുതിയിട്ടാണ് ഇവിടെ സ്ക്വയർ കാണുന്നത്, അല്ലെങ്കിൽ വർഗം കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. നമുക്ക് ഇതിൻ്റെ ഒരു ആൾജിബ്രിക് ഫോം എങ്ങനെ പറയാം? ഇപ്പോൾ എക്സും വൈയും ആണ് രണ്ട് നമ്പറായിട്ട് എടുക്കുന്നത് ഇരിക്കട്ടെ. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പർ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോം അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അടുത്ത് നമുക്ക് 3.7 സ്ക്വയർ കണ്ടുപിടിക്കാം. 3.7ന്റെ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 0.7 എഴുതാം അല്ലേ? 3 പ്ലസ് 0.7 ഹോൾ സ്ക്വയർ. ഫസ്റ്റ് നമ്പർ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. 3 സ്ക്വയർ എന്താണ്? 9. ഇതെങ്ങനെ വരും? 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 7 42. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റാണുള്ളത്. അപ്പോൾ 42 എങ്ങനെ എഴുതാം? 4.2 എന്ന് വരും. അതുപോലെ 0.7 സ്ക്വയർ. 7ന്റെ സ്ക്വയർ എന്താണ്? 49 ആണ്. 0.7 ഇൻറ്റു 0.7. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 0.49 എന്ന് വരും. 0.49 എന്ന് വരും. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? 9, അതുപോലെ 4.2, 0.49. ഇവിടെ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത് 9.0 എന്ന് ഇടാം. ഇനി ആഡ് ചെയ്യാം. ഇവിടെയൊക്കെ ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് ഇടാം, അതല്ലെങ്കിൽ ഇത് വെറുതെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 9 6 13.69 ആണ് ആൻസർ. 3.7ന്റെ സ്ക്വയർ. ഇതും നമുക്ക് ഇതുപോലെ ബോക്സ് വരച്ചും കാണാം. അപ്പോൾ ഇവിടെ ജനറലായിട്ട് പറയുമ്പോഴും എന്താണ്, രണ്ട് നമ്പറിൻ്റെ ഒരു നമ്പറിനെ നമ്മൾ രണ്ട് നമ്പറിൻ്റെ സമ്മായിട്ട് എഴുതിയിട്ടാണ് ഇവിടെ സ്ക്വയർ കാണുന്നത്, അല്ലെങ്കിൽ വർഗം കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. നമുക്ക് ഇതിൻ്റെ ഒരു ആൾജിബ്രിക് ഫോം എങ്ങനെ പറയാം? ഇപ്പോൾ എക്സും വൈയും ആണ് രണ്ട് നമ്പറായിട്ട് എടുക്കുന്നത് ഇരിക്കട്ടെ. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പർ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോം അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഫോർ ഓൾ നമ്പേഴ്സ് ഓഫ് എക്സ് ആൻഡ് വൈ. അതോർക്കുക, ഓൾ നമ്പേഴ്സ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം. അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇനി വരുന്നതിൽ. ഇനി വരുന്ന വെച്ചാൽ ഇനിയുള്ള മാത്സിലെല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ വേണം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചൊരു ഐഡൻറ്റിറ്റിയാണ് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇനി ഇതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഈ ഫോമിലേക്ക് വരുന്നതെന്നുള്ളത്. ഇവിടെ നോക്കിയേ, ഞാനിവിടെ ആദ്യം ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. എക്സ് ആണ് ആ സ്ക്വയറിൻ്റെ സൈഡ് അല്ലേ? സ്ക്വയറിന് സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമല്ലേ? അപ്പോൾ ആദ്യത്തെ ഈ ചെറിയ സ്ക്വയർ കണ്ട എക്സ് എക്സ് എക്സ്. പിന്നെ ഒരു വലിയ സ്ക്വയർ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ സമചതുരം വരച്ചിട്ടുണ്ട്. ആ സമചതുരത്തിൻ്റെ വശം എത്രയാണ്? എക്സ് പ്ലസ് വൈ. ഇവിടെ നിന്ന് ഇവിടെ വരെ എക്സ് പ്ലസ് വൈ, ഇവിടെ നിന്ന് ഇവിടെ വരെ എക്സ് പ്ലസ് വൈ, അതുപോലെ ഇതും എക്സ് പ്ലസ് വൈ, ഇതും എക്സ് പ്ലസ് വൈ. അതായത് ഈ സമചതുരത്തിൻ്റെ കൂടെ ഒരു വൈ ഇങ്ങോട്ട് നീട്ടി ഈ നീളത്തിലേക്ക്, ഈ സൈഡിലേക്ക്. അതുപോലെ ഇവിടെയും ഒരു വൈ കൂട്ടി. അതുപോലെ
ഇങ്ങോട്ടും ഇവിടെയും ഒരു y കൂട്ടി. അങ്ങനെ ഇത് എക്സ് പ്ലസ് വൈ എന്നുള്ളൊരു വലിയ സമചതുരവുമുണ്ട്, സ്മോൾ എക്സ് എന്നുള്ള ഒരു ചെറിയ സമചതുരവും ഉണ്ട്. അല്ലെങ്കിൽ രണ്ട് സ്ക്വയേഴ്സാണ്. ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് എക്സും വലിയ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് പ്ലസ് വൈയും ആണ്. നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? ഇതിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ, എക്സ് സ്ക്വയർ ആണ്. സമചതുരത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്താണ്? സൈഡ് വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? സൈഡ് സ്ക്വയർ. അപ്പോൾ ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എക്സ് സ്ക്വയർ ആണ്, ഈ ചെറിയ സ്ക്വയറിൻ്റെ. ഇനി വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? അതിൻ്റെ സൈഡ് എന്താണ്? ഒരു സൈഡ് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കൂടെ കൂട്ടിയാലാണ് അപ്പം ഇവിടെ 4 പാർട്ടുകളായിട്ടല്ലേ കാണുന്നത്. ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ് അല്ലേ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. തേർഡ് പാർട്ട് വീണ്ടും ഒരു സ്ക്വയർ ആണ്. ഫോർത്ത് പാർട്ട് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. അതായത് 4ആയിട്ട് ഇതിനെ തിരിക്കുകയാണ്. ആദ്യത്തേത് ഈ ഒരു ഭാഗം ഒരു സമചതുരമാണ്. ഇതെന്താണ്? ദീർഘചതുരം. ഇത് വീണ്ടും ഒരു സമചതുരം, ഇത് വീണ്ടും ഒരു ദീർഘചതുരം. ഈ സമചതുരത്തിൻ്റെ ഒരു വശം എക്സ്. ഈ ദീർഘചതുരം വരുമ്പോൾ ഇവിടെ എന്താണ്? എക്സും വൈയും ആണ് വശങ്ങളായി വരുന്നത്. നീളവും വീതിയുമായിട്ട് വരുന്നത് എക്സും വൈയും. അതുപോലെ ഇത് വീണ്ടും ഒരു സമചതുരം, അതിൻ്റെ വശം വൈ ആണ്. ഇവിടെ വീണ്ടും ഒരു ദീർഘചതുരം, അപ്പം അതിൻ്റെ നീളവും വീതിയായിട്ട് വരുന്നത് നീളം എക്സും വീതി ഇവിടെ വൈ ആണ്. അപ്പം ഈ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ 4 ഭാഗങ്ങളുടെയും കൂടെ പരപ്പളവ് കൂട്ടുന്നതല്ലേ. അല്ലെങ്കിൽ ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 4 പാർട്ടിൻ്റെയും കൂടി ഏരിയ ആഡ് ചെയ്യുന്നതല്ലേ. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പം ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ, ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. ലാർജ് സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്? ഒരു സൈഡ് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഈ 4 പാർട്ടിൻ്റെയും കൂടെ ഏരിയ ആഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ഏരിയ എന്താണ്? ഇതിൻ്റെ ഏരിയ എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒന്നും കൂടി ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ സീക്വൽ നമുക്ക് അങ്ങനെ എഴുതാം. ഏരിയ ഓഫ് ഫസ്റ്റ് പാർട്ട്, ഞാനിവിടെ ഇങ്ങനെ ഡിവിഷൻ ഒരു തിരിച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഏരിയ ഓഫ് ഫസ്റ്റ് പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ് പ്ലസ് ഏരിയ ഓഫ് തേർഡ് പ്ലസ് ഏരിയ ഓഫ് ഫോർത്ത് അല്ലേ. ഇനി ഏരിയ ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു സ്ക്വയർ ആണ്. അപ്പോൾ അതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു റെക്റ്റാങ്കിൾ ആണ്. അപ്പം അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അത് എക്സ് ഇൻറ്റു വൈ പ്ലസ് മൂന്നാമത്തത് എന്താണ്? വീണ്ടും ഒരു സ്ക്വയർ ആണ്, സൈഡ് വൈ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ വൈ സ്ക്വയർ. നാലാമത്തത് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ, സൈഡ്സ് എക്സും വൈയും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ. ഇനി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഇത് നോക്കിയാൽ ഈ എക്സ് വൈയും സിമിലർ ടേംസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാൽ എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്താണ്? 2xy പ്ലസ് വൈ സ്ക്വയർ. ഇപ്പം നമുക്ക് ഇതേ ഫോം കിട്ടിയില്ലേ? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ തുടങ്ങിയത് ഇതിൽ നിന്നാണ്, ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. അതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നമുക്കിനിയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെയാണ് ആപ്ലിക്കേഷൻ. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് വലിയ തല പുകയ്ക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്കിനി 1-2 സ്പെഷ്യൽ കേസ് നോക്കാം. ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇപ്പോൾ വൈക്ക് പകരം 1/x എന്നാണ് വരുന്നതെങ്കിൽ
അതായത് എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ. ഇട്ടു എക്സ് ഇൻറ്റു എക്സ് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ എന്താണ് വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 1 2 പ്ലസ് 1/x എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 1/xൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ആൻസർ. ഇനി ഇതുപോലെ നമുക്ക് എക്സ് പ്ലസ് 1/2ൻ്റെ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചാൽ എക്സ് പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഇതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ദ സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 പോയി. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് 1/2ൻ്റെ സ്ക്വയർ എന്ത് വരും? 1/4. ഇതാണ് ആൻസർ വരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4. അപ്പോൾ ഒന്ന് രണ്ട് സിമ്പിളായിട്ടുള്ള എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ 11 സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കാണും? 10 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. 10 സ്ക്വയർ എന്താണ്? 100. ഇനി 2 ഇൻറ്റു 10 ഇൻറ്റു 1 2 ഇൻറ്റു 10 20 20 ഇൻറ്റു 1 20 തന്നെ പ്ലസ് 1. അപ്പോൾ ആൻസർ എന്ത് വരും? 121. ഇതുപോലെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. അതായത് 12 സ്ക്വയർ ചെയ്യുക, അതുപോലെ 13 സ്ക്വയർ, 14 സ്ക്വയർ, 16 സ്ക്വയർ, ഇത്രയും ഹോംവർക്ക് ചെയ്ത് നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണിത്. ഫസ്റ്റ് പാർട്ടിൽ ഒരു 7 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തേത് 15 സ്ക്വയർ. അതൊക്കെ നമുക്ക് ഹോംവർക്ക് ചെയ്യാനുള്ളൂ, എങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാം. ഒന്നാമത്തെ 15 സ്ക്വയർ നമ്മൾ എങ്ങനെ ചെയ്യും? 10 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ. 10 സ്ക്വയർ എന്താണ്? 100 പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 5. ഇത് നമ്മൾ ഇങ്ങനെ നോക്കി ഗുണിക്കുക അല്ലെങ്കിൽ നോക്കി മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 10 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പം ആണ്. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും അത് ശ്രദ്ധിച്ച് ചെയ്യുക, എളുപ്പത്തിൽ ഗുണിക്കുക. 5 സ്ക്വയർ എന്താണ്? 25. 100 പ്ലസ് 100 പ്ലസ് 25 എന്തൊരു 225. അപ്പോൾ 15 സ്ക്വയറിൻ്റെ 15ൻ്റെ സ്ക്വയർ എന്താണ്? 225. അതുപോലെ 25 സ്ക്വയർ ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. അതിൻ്റെ ആൻസർ 625 വരും. അടുത്ത് ചെയ്യാം, മൂന്നാമത്തെ ചെയ്യാം. 33. മൂന്നാമത്തത് 33 സ്ക്വയർ. ഇതെങ്ങനെ എഴുതാം? 30 പ്ലസ് 3 സ്ക്വയർ. 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ. 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9, പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. പ്ലസ് ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 3 18. ഈ 18ൻ്റെ കൂടെ ഈ 0 ചേർക്കുക. പ്ലസ് 3 സ്ക്വയർ എന്താണ്? 9. നമുക്കൊന്ന് ആഡ് ചെയ്യാം. 900 189 1089. അപ്പോൾ 33യുടെ സ്ക്വയർ എന്താണ്? 1089. നാലാമത്തെ ക്വസ്റ്റ്യൻ 5 1/2 സ്ക്വയർ. 5 1/2 സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ കാണും? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. നമ്മൾ എക്സ് പ്ലസ് 1/x ചെയ്തില്ലേ, അതേ ഫോം. 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു 1/2 പ്ലസ് 1/2 ദ സ്ക്വയർ. 5 സ്ക്വയർ എന്താണ്? 25. പ്ലസ് ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ ഒരു 5 മാത്രമേ ഉള്ളൂ. പ്ലസ് 1/2ൻ്റെ സ്ക്വയർ എന്താണ്? 1/4. അപ്പോൾ ഇവിടെ 25 പ്ലസ് 5 എന്താണ്? 30. 30 പ്ലസ് 1/4. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 30 ആൻഡ് 1/4. ഇങ്ങനെ വരും ആൻസർ. അടുത്തത് 10 ആൻഡ് 1/2. അഞ്ചാമത്തതാണ് കേട്ടോ.
ഇതെങ്ങനെ എഴുതാം? 10 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 1/2 പ്ലസ് 1/2 സ്ക്വയർ. ഇവിടെ വീണ്ടും 2 ക്യാൻസൽ ചെയ്ത് പോയി. 10 സ്ക്വയർ എന്താണ്? 100. പിന്നെ ഇവിടെ ഒരു 10 ഇൻറ്റു 1 മാത്രമേ ഉള്ളൂ, അപ്പോൾ 10. ഇനി 1/2ൻ്റെ സ്ക്വയർ എന്താണ്? 1/4. 100 പ്ലസ് 10 110 പ്ലസ് 1/4. ഇതെന്താണ്? 110 ആൻഡ് 1/4. ഇതാണ് ആൻസർ. അപ്പോൾ അടുത്തത് ഇപ്പം നമ്മൾ ചെയ്തത് അഞ്ചാമത്തെ. ഇനി ആറാമത് 25 ആൻഡ് 1/2 സ്ക്വയർ ആണ്. അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. അതുപോലെ അടുത്തതും 5 ആൻഡ് 1/5 അതും ഹോംവർക്ക് ചെയ്യുക. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് 25 ആൻഡ് 1/2 ഹോൾ സ്ക്വയർ. 25 പ്ലസ് 1/2 whole square. 25 square plus 2 into 25 into 1/2 plus 1/2 square. square എന്നാണ് 625 പ്ലസ് ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ വരുന്നത് 25 പ്ലസ് 1/4. 625ഉം 25ഉം കൂടെ ആഡ് ചെയ്താൽ 650 പ്ലസ് 1/4. അതായത് 650 1/4 ആണ് ആൻസർ. അടുത്ത് 5 1/5 സ്ക്വയർ. 5 പ്ലസ് 1/5 whole square. 5 square plus 2 into 5 into 1/5 plus 1/5 square. 5 square എന്നാൽ 25. 5 പോയി പിന്നുള്ളത് 2 ആണ്. പ്ലസ് 2 പ്ലസ് 1/5ൻ്റെ സ്ക്വയർ എന്താണ്? 1/25. 25 പ്ലസ് 2 27. 27 പ്ലസ് 1/25. അതായത് 27 1/25. ജനറൽ ഐഡന്റിറ്റി ആണത്. എന്ത്? x പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ 2 ആയിട്ട് എടുത്താൽ എങ്ങനെ വരും നോക്കാം. അതായത് നമുക്കിവിടെ y ഇസ് ഈക്വൽ ടു 2 എന്ന് എടുക്കാം. y ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ഈ ഐഡന്റിറ്റി എങ്ങനെ മാറും? എക്സ് പ്ലസ് വൈക്ക് പകരം 2. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ഇതെന്ത് വരും? 2 ഇൻറ്റു 2 4x. 4x പ്ലസ് 4 എന്ന് വരും. അപ്പം എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. അപ്പം നമുക്ക് 22 സ്ക്വയർ എങ്ങനെ കാണാം? 22 സ്ക്വയർ. 22 സ്ക്വയർ എങ്ങനെ എഴുതാം? 20 പ്ലസ് 2. അതായത് ഇപ്പോൾ ഈ ഫോം വന്ന് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ആ ഫോമിലേക്കായി. 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. 20 സ്ക്വയർ എന്താണ്? 20 ഇൻറ്റു 20. അപ്പോൾ 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 400. 2ൻ്റെ സ്ക്വയർ 2 0 പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 2. 2 ഇൻറ്റു 20 40. 40 ഇൻറ്റു 2 എന്നാൽ 80 പ്ലസ് 2 സ്ക്വയർ എന്താണ്? 4. 400 പ്ലസ് 80 പ്ലസ് 4 484. 22ൻ്റെ സ്ക്വയർ 484. അടുത്തത് 52 സ്ക്വയർ. അതിപ്പോൾ എങ്ങനെ ചെയ്യും? ഇതുപോലെ തന്നെ 50 പ്ലസ് 2 ഹോൾ സ്ക്വയർ. 50 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. 50 സ്ക്വയർ എന്താണ്? 5ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു 50 100. 100 ഇൻറ്റു 2 200 പ്ലസ് 2 സ്ക്വയർ എന്താണ്? 4. ഇനി ഇത് ആഡ് ചെയ്യാം. 4 0 7 2. ആൻസർ എന്ത് വരും?
2704. അടുത്തത് 25 സ്ക്വയർ ഇസ് 625. അങ്ങനെയെങ്കിൽ 27 സ്ക്വയർ എന്താണെന്ന്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ഈ 27 എങ്ങനെ എഴുതാം? 25 പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പോഴല്ലേ ഇവിടെ 25 സ്ക്വയർ വരുള്ളൂ. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 625 എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തരുന്ന പ്രോബ്ലംസ് ആ വാല്യൂ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എടുക്കുന്നത്. അതായത് 25ൻ്റെ സ്ക്വയർ 625. അപ്പോൾ 27 എന്നുള്ളത് 25 വരുന്ന രീതിയിൽ 25 പ്ലസ് 2. അപ്പോഴാണ് ആ 25 സ്ക്വയർ എന്നുള്ള വാല്യൂ നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്ത് വരും? 25 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 25 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. 25 സ്ക്വയർ അറിയാലോ നമുക്ക് 625. 2 ഇൻറ്റു 25 എന്താണ്? 50. 50 ഇൻറ്റു 2 100 പ്ലസ് 2 സ്ക്വയർ എന്താണ്? 4. 625 പ്ലസ് 100 പ്ലസ് 4 എന്ത് വരും? 625 100 4. ഇത് മൂന്നും കൂടെ കൂട്ടുക 729. അപ്പോൾ ആൻസർ 729. 27 സ്ക്വയർ ഈസ് 729. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 43 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1849. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 44 സ്ക്വയർ, രണ്ടാമത്തത് 46 സ്ക്വയർ. ഇവിടെ 43ൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് 44ൻ്റെ സ്ക്വയറും 46ൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഓർക്കുക, ഈ 43 ഇതിൽ വരുത്തണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 44 സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 43 പ്ലസ് 1 ഹോൾ സ്ക്വയർ. എങ്കിലല്ലേ ഇതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 44 എന്നുള്ളത് 43 പ്ലസ് 1, കാരണം 43ൻ്റെ സ്ക്വയറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതെങ്ങനെ വരും? 43 സ്ക്വയർ, ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. 43 സ്ക്വയർ അറിയാം, 1749 പ്ലസ് 2 ഇൻറ്റു 43 എന്താണ്? 86 ഇൻറ്റു 1 ആണ്. അപ്പോൾ അത് തന്നെ വരും. അതുപോലെ 1 സ്ക്വയർ എന്താണ്? 1. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. 1936. നമുക്ക് 44ൻ്റെ സ്ക്വയർ എന്താണ് കിട്ടുന്നത്? 1936. ഇനി അതുപോലെ 46 അതെങ്ങനെ എഴുതാം? 43 വരുന്ന രീതിയിൽ എഴുതണം. 43 പ്ലസ് 3. അപ്പോൾ 43യുടെ സ്ക്വയർ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. 46 സ്ക്വയർ സെക്കൻഡ് പാർട്ടാണ്. 46 സ്ക്വയർ എങ്ങനെ എഴുതാം? 43 പ്ലസ് 3 ഹോൾ സ്ക്വയർ. 43 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 43 ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ. 43യുടെ സ്ക്വയർ നമുക്കറിയാമല്ലോ, 1849 പ്ലസ് 2 ഇൻറ്റു 43 എത്രയാണ്? ഇതിൻ്റെ ഇരട്ടി വരും, 86 വരും അല്ലേ? ഇൻറ്റു 3 ഗുണിച്ചെഴുതുക. ഇവിടെ 258 പ്ലസ് 3യുടെ സ്ക്വയർ എന്താണ്? 9. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് 1849 258 9 2 2 7 2116. അപ്പം 46 സ്ക്വയർ എന്താണ്? 2116. ഓക്കെ.